സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരായ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇഡി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിധി. ഇഡിയുടെ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി മുഖ്യമന്ത്രി അടക്കമുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാനും ഉത്തരവിട്ടു. ജസ്റ്റിസ് വി കെ മോഹൻ കമ്മീഷന്റെ നിയമനം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് ഇഡി സമർപ്പിച്ച ഹർജിയിലാണ് സർക്കാരിന് വമ്പൻ തിരിച്ചടി. കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി വ്യക്തമാക്കി. 1952 കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ടിലെ അധികാരങ്ങൾ കമ്മീഷൻ ഉപയോഗിക്കരുതെന്നും ഉത്തരവിൽ പറയുന്നു. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി വിശദമായ വാദം കേൾക്കുന്നതിനായി മുഖ്യമന്ത്രിയും അന്വേഷണ കമ്മീഷനും അടക്കമുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസും അയച്ചു. കേന്ദ്ര ഏജൻസികൾക്കെതിരെ അന്വേഷണം നടത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ലെന്ന ഇഡി വാദം അംഗീകരിച്ചാണ് ഉത്തരവ്. അന്വേഷണം നടക്കുന്നത് നിലവിൽ കോടതിയുടെ മേൽനോട്ടത്തിലാണ്. കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരവും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിനെതിരെ അന്വേഷണം നടത്താനാവില്ല. മുഖ്യമന്ത്രി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്താണ് കമ്മീഷൻ നിയമനത്തിന് ഉത്തരവിറക്കിയത്. സമാന്തര അന്വേഷണത്തിലൂടെ സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്നും ഇഡി കോടതിയിൽ വാദിച്ചു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേരുകൾ പറയാൻ സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളെ ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചുവെന്നാരോപിച്ചാണ് ജുഡീഷ്യൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചത്. നേരത്തെ സമാന വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ രജിസ്റ്റർ ചെയ്ത 2 എഫ്ഐആറുകൾ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. കോടതി വിധിയിൽ സർക്കാർ നിയമവഴി തേടുമെന്നായിരുന്നു CPMന്റെ പ്രതികരണം. താൽക്കാലിക സ്റ്റേ ലഭിച്ചു എന്ന് കരുതി സർക്കാർ ഉന്നയിക്കുന്ന നിയമവശങ്ങൾ ഇല്ലാതാകുന്നില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ പറഞ്ഞു. നിയമവിരുദ്ധമായി പ്രവർത്തിച്ച സർക്കാരിനുള്ള കടുത്ത തിരിച്ചടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. പിണറായി സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമാണ് ഹൈക്കോടതി ഉത്തരവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പറഞ്ഞു. ഗവൺമെന്റ് നിയമപരമായിട്ടാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുക. എല്ലായ്പ്പോഴും ഗവൺമെന്റ് നിയമവിധേയമായിട്ടാണ് പ്രവർത്തിക്കുക. ഗവൺമെന്റ് എടുത്ത ഒരു തീരുമാനത്തിൽ കോടതി ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം അംഗീകരിച്ചുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിന്റെ മുകളിൽ മറ്റെന്ത് നടപടിക്രമങ്ങൾ എന്ന് ഗവൺമെന്റ് പരിശോധിച്ച് അവർ ആവശ്യമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുകയാണ് ചെയ്യുക. നമ്മുടെ നാട്ടില് നിയമവ്യവസ്ഥക്ക് വിധേയമായിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്, ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. ED അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നിയമവിരുദ്ധമായി പ്രവർത്തിച്ച സർക്കാരിനെതിരായിട്ടുള്ള കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവ്. കാരണം കേട്ടുകേൾവി പോലുമില്ലാത്ത വിചിത്രമായിട്ടുള്ള ഒരു വാദവുമായിട്ടാണ് കേരള സർക്കാർ ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ എൻക്വയറീസ് ആക്ട് അനുസരിച്ച് നിയമിച്ചത്. പിണറായി വിജയൻ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് കോടതിയിൽ നിന്ന് നേരിട്ടിട്ടുള്ളത്. സർക്കാരിന്റെ മുഖത്തേറ്റ വലിയ പ്രഹരമാണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ ഉത്തരവ്. അധികാര ദുർവിനിയോഗവും അമിതാധികാര പ്രയോഗവുമാണ് ഈ കാര്യത്തിൽ ശ്രീ പിണറായി വിജയൻ നടത്തിയത്. ആൾക്കൂട്ടം നിയന്ത്രിക്കാനാവുന്നില്ലെങ്കിൽ സംസ്ഥാനത്തെ മദ്യശാലകൾ അടച്ചിടണമെന്ന് ഹൈക്കോടതി. 2 മാസത്തിനുള്ളിൽ വിൽപ്പനശാലകളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ഇതിനിടെ മദ്യം വാങ്ങാൻ RT-PCR സർട്ടിഫിക്കറ്റോ വാക്സിനേഷനോ നിർബന്ധമാക്കിയിട്ടുണ്ട്. നാളെ മുതൽ പരിശോധന കർശനമാക്കാനാണ് തീരുമാനം. ആവർത്തിച്ച് ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടും മദ്യശാലകളുടെ തിരക്ക് കുറയാത്ത സാഹചര്യത്തിലാണ് സർക്കാരിനെതിരെ ഹൈക്കോടതി വീണ്ടും ആഞ്ഞടിച്ചത്. സംസ്ഥാനത്തെ മദ്യശാലകൾക്ക് മുന്നിലെ ആൾക്കൂട്ടം നിയന്ത്രിക്കാനാവുന്നില്ലെങ്കിൽ ഔട്ട്ലെറ്റുകൾ അടച്ചിടണമെന്ന് കോടതി വ്യക്തമാക്കി. ജനങ്ങൾക്ക് മാന്യമായി മദ്യം വാങ്ങാൻ സൗകര്യമൊരുക്കണം. മദ്യം വാങ്ങാനെത്തുന്ന ജനങ്ങളെ പകർച്ചവ്യാധിക്ക് മുന്നിലേക്ക് തള്ളിവിടാനാവില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. മദ്യം വാങ്ങുന്നവരുടെ കുടുംബങ്ങളെയും ആലോചിക്കണം. ഒന്നുകിൽ ആൾക്കൂട്ടം നിയന്ത്രിക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായി അടച്ചിടുക എന്നതാണ് മുന്നിലുള്ളത്. മദ്യം വാങ്ങാനെത്തുന്നവർക്ക് രോഗം വന്നോട്ടെ എന്ന് കരുതാനാകില്ലെന്നും മറ്റു മാർഗങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണെന്നും കോടതി നിരീക്ഷിച്ചു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും പരിമിതമായ ഇടങ്ങളിലും സ്ഥിതി ചെയ്യുന്ന മദ്യഷോപ്പുകൾ മാറ്റിസ്ഥാപിക്കാൻ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ 2 മാസം വേണമെന്നും ബെവ്കോ അറിയിച്ചു. അതേസമയം ബെവറേജസ് ഔട്ട്ലെറ്റുകളിൽ ഇന്നു മുതൽ RT-PCR അല്ലെങ്കിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാക്കി. ഇക്കാര്യം അറിയാതെയാണ് പലരും ഔട്ട്ലെറ്റുകളിലെത്തിയത്. ആദ്യം വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ സാധനം കൊടുക്കൂ എന്നുള്ളത് പറഞ്ഞ് താഴോട്ട് ഇറക്കുകയാണ്. സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു, അറിഞ്ഞില്ലായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് ഫസ്റ്റ് ഡോസ് എടുത്ത് ഉണ്ടായിരുന്നു കയ്യിൽ. നാളെ മുതൽ നിബന്ധന കർശനമാക്കാനാണ് ബെവ്കോ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. ലോക്ക്ഡൌൺ മാനദണ്ഡങ്ങളിലെ മാറ്റവും ഇന്ന് പ്രാബല്യത്തിൽ വന്നു. വാക്സിൻ എടുക്കാത്തവർക്ക് കടകളിൽ പോകാൻ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമില്ല. ഏറെ നാളിന് ശേഷം മാളുകളും തുറന്നു.
ഇ ബുൾജെറ്റ് യൂട്യൂബർമാരുടെ വാഹന രജിസ്ട്രേഷനും ലൈസൻസും റദ്ദു ചെയ്യാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തി. 7 ദിവസത്തിനകം ഹാജരാകണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഇവർക്ക് നിർദ്ദേശം നൽകി. സഹോദരങ്ങളുടെ വീട്ടിൽ ഇരിട്ടി ജോയിന്റ് RTO നോട്ടീസ് പതിച്ചു. കണ്ണൂർ ടൗൺ പോലീസ് യൂട്യൂബർമാരെ ചോദ്യം ചെയ്തു. ഇ ബുൾജെറ്റ് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാനുള്ള നടപടിയുടെ ഭാഗമായി ഇരിട്ടി ജോയിന്റ് RTO യൂട്യൂബർമാരുടെ വീട്ടിൽ നോട്ടീസ് പതിച്ചു. വാഹന രജിസ്ട്രേഷൻ റദ്ദു ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ 7 ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട്. നോട്ടീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കൈപ്പറ്റാൻ വീട്ടിൽ ആരും ഇല്ലാത്ത സാഹചര്യത്തിലാണ് വാതിലിൽ പതിച്ചത്. 9 നിയമലംഘനങ്ങളാണ് മോട്ടോർ വകുപ്പ് വാഹനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ലൈസൻസ് റദ്ദ് ചെയ്യാനുള്ള ശുപാർശയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇ ബുൾജെറ്റ് യൂട്യൂബർമാരായ എബിൻ വർഗീസിന്റെയും ലിബിനിന്റെയും മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. അവരെ ഞങ്ങൾ കൂടുതലായി ചോദ്യം ചെയ്യുന്നുണ്ട്. അതുപോലെ അവർ മുൻപ് ഇറക്കിയ ബ്ലോഗുകളും പോസ്റ്റുകളും ഓരോന്നും വെരിഫൈ ചെയ്തുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് അവരെ വെരിഫൈ ചെയ്യുന്നുണ്ട്. ജാമ്യവ്യവസ്ഥ പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥനായ കണ്ണൂർ ടൗൺ പ്രിൻസിപ്പൽ SIക്ക് മുന്നിൽ ഒപ്പിടാനെത്തിയ ഘട്ടത്തിലാണ് ഇരുവരെയും കൂടുതൽ ചോദ്യം ചെയ്തത്. ജാമ്യവ്യവസ്ഥ പ്രകാരം പ്രതികൾ എല്ലാ ബുധനാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം. ക്യാമറമാൻ സുമേഷ് മൊറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. ഓണത്തിന് സർക്കാർ ജീവനക്കാർക്ക് ബോണസും ഉത്സവ ബത്തയും നൽകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. എന്നാൽ ശമ്പളം മുൻകൂർ നൽകില്ല. നിശ്ചിത ശമ്പളത്തിന് മുകളിലുള്ളവർക്ക് ഉത്സവ ബത്തയും അതിന് താഴെയുള്ളവർക്ക് ബോണസുമാണ് നൽകുക. കശുവണ്ടി തൊഴിലാളികൾക്ക് കഴിഞ്ഞ വർഷത്തെ അതേ ബോണസ് തന്നെ നൽകാനും സർക്കാർ തീരുമാനിച്ചു. 20% ബോണസും 9500 രൂപ അഡ്വാൻസും നൽകും. ധനകാര്യ വകുപ്പിൽ നിന്ന് പൊതുവിൽ വന്ന ആലോചന അടിസ്ഥാനത്തിലാണ് ആ 2 ശമ്പളം ഇപ്പോൾ കൊടുക്കേണ്ടതില്ല. ഇപ്പോൾ 20-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശമ്പളം വേണം, അല്ലെങ്കിൽ അത്ര നേരത്തെ ആവേണ്ട കാര്യമില്ല. അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല. എന്നാൽ ഏറ്റവും വരുമാനം കുറഞ്ഞ ആരംഭ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ബോണസും അതിന് മുകളിലുള്ളവർക്ക് ഫെസ്റ്റിവൽ അലവൻസും കൊടുക്കുക എന്നുള്ള രീതിയുണ്ട്. ഇപ്രാവശ്യം അത് മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്രാവശ്യം ആ ആനുകൂല്യം കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതിന് ഇപ്രാവശ്യം കൊടുക്കും. അതാണ് തീരുമാനം. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ എല്ലാ വിഭാഗവും ഈ ശമ്പളം വാങ്ങിക്കുന്നവരും മറ്റുള്ള വിഭാഗമൊക്കെ ഇക്കാര്യം കുറച്ച് സമൂഹത്തിന് വേണ്ടി കൊടുക്കാനോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൊക്കെ കൊടുക്കാനോ അവർ ജനറസായി പ്രവർത്തിക്കണമെന്നൊരു അഭ്യർത്ഥന ഞാൻ പരസ്യമായിട്ട് ഇവിടെ നടത്തുകയാണ്. മഞ്ചേശ്വരം മുൻ MLA MC കമറുദ്ദീൻ പ്രതിയായ ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പു കേസിലെ പ്രധാന പ്രതി പൂക്കോയ തങ്ങളെ റിമാൻഡ് ചെയ്തു. ഹൗസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. 10 മാസമായി നേപ്പാളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പൂക്കോയ തങ്ങൾ. ഇന്ന് രാവിലെയോടെയാണ് കോടതിയിൽ കീഴടങ്ങിയത്. 100 കേസുകളാണ് ഇയാൾക്കെതിരെ ഹൗസ്ദുർഗ് കോടതിയിൽ പരിഗണനയിൽ ഉള്ളത്. കരുവന്നൂർ ബാങ്ക് വായ്പാ തട്ടിപ്പിൽ ഭരണസമിതിക്ക് വീഴ്ച പറ്റിയതായ അന്വേഷണ റിപ്പോർട്ട് സഹകരണ വകുപ്പ് നിയോഗിച്ച 9 അംഗ സമിതിയാണ് പ്രാഥമിക റിപ്പോർട്ട് നൽകിയത്. തട്ടിപ്പിൽ ഭരണസമിതി അംഗങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് മുഖ്യപ്രതിയും മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം തട്ടിപ്പിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിലായി. കേസിൽ 1-ാം പ്രതി സുനിൽകുമാറിനെ ചോദ്യം ചെയ്യാൻ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ കസ്റ്റഡി അപേക്ഷയും സമർപ്പിച്ചു. ചെർപ്പുളശ്ശേരി നിക്ഷേപ തട്ടിപ്പിൽ RSS മുൻ നേതാവ് അറസ്റ്റിൽ. ഹിന്ദുസ്ഥാൻ ബാങ്കിംഗ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന HDB നിധി ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ ചെയർമാൻ സുരേഷ് കൃഷ്ണയാണ് അറസ്റ്റിലായത്. ഉയർന്ന പലിശ നൽകാമെന്ന് വാഗ്ദാനം നൽകി നിക്ഷേപം സ്വീകരിച്ച് കബളിപ്പിച്ചുവെന്നാണ് പരാതി. കണ്ണൂരിൽ മുക്കുപണ്ടങ്ങൾ പണയപ്പെടുത്തി പണം തട്ടിയെടുത്ത കേസിൽ കുറ്റാരോപിതനായ ബാങ്കിലെ സ്വർണ്ണ പരിശോധകൻ മരിച്ച നിലയിൽ. തൃച്ചംബരം സ്വദേശി TV രമേശനെയാണ് വീടിന് സമീപത്തെ ഉപയോഗശൂന്യമായ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തളിപ്പറമ്പ് പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് മുക്കുപണ്ടങ്ങൾ പണയപ്പെടുത്തി പണം തട്ടിയത്. തട്ടിപ്പ് വിവരം പുറത്തുവന്നതിനെ തുടർന്ന് രമേശനെ കാണാതായിരുന്നു. ബാങ്കിൽ 30 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയതായാണ് സൂചന. സംസ്ഥാനത്ത് ഇന്ന് 23,500 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 3000-ന് മുകളിലാണ് കോവിഡ് ബാധിതർ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,62,130 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.49 കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 116 മരണം കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 18,120 109 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചു. ചികിത്സയിലായിരുന്ന 19,411 പേർക്ക് രോഗം ഭേദമായി. കോഴിക്കോട്ട് ലഹരി വസ്തുക്കളുമായി 8 പേരെ പോലീസ് പിടികൂടി. മാവൂർ റോഡിലെ ലോഡ്ജിൽ 4 ദിവസമായി മുറിയെടുത്ത് താമസിക്കായിരുന്ന സംഘമാണ് സിന്തറ്റിക് ലഹരി വസ്തുക്കളുമായി പിടിയിലായത്. 500 ഗ്രാം ഹാഷിഷ് ഓയിലും 6 ഗ്രാം MDMAയും പിടിച്ചെടുത്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. എന്നാൽ മനഃപൂർവ്വം പോലീസ് കുടുക്കിയതാണെന്നാണ് സംഘത്തിലുള്ളവർ പറയുന്നത്. ബർത്ത്ഡേ പാർട്ടിക്ക് എന്ന പേരിലാണ് സംഘം മുറിയെടുത്തത്. 2 ലക്ഷം രൂപ വരുന്ന ലഹരി വസ്തുക്കളാണ് പിടികൂടിയതെന്ന്
പോലീസ് പറഞ്ഞു. അട്ടപ്പാടിയിൽ ഊരുമൂപ്പനെയും മകൻ മുരുകനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിനിടെ ഉണ്ടായ സംഘർഷത്തെക്കുറിച്ച് പ്രത്യേക സംഘം അന്വേഷിക്കും. പാലക്കാട് നാർക്കോട്ടിക് ഡിവൈഎസ്പി ഡി ശ്രീനിവാസനാണ് അന്വേഷണ ചുമതല. അറസ്റ്റ് ചെയ്യുന്നതിനിടെ മുരുകന്റെ 17 വയസ്സുള്ള മകനെ ഷോളയൂർ പോലീസ് മർദ്ദിച്ചുവെന്നും പരാതി ഉയർന്നതിനെ തുടർന്നാണ് നടപടി. പോലീസിനെതിരെയുള്ള പരാതിക്ക് പുറമെ ഊരിൽ മുരുകനെതിരെ ഊർ നിവാസിയായ കുറുന്താചലം നൽകിയ പരാതിയും തുടർ സംഭവങ്ങളും പ്രത്യേക സംഘം അന്വേഷിക്കും. ഹിമാചൽ പ്രദേശിൽ അതിശക്തമായ മണ്ണിടിച്ചിലിൽ വൻ നാശനഷ്ടം. 40ഓളം യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. കിന്നൌർ ദേശീയപാതയിൽ ഉച്ചയോടെയാണ് അപകടം. സഞ്ചാരികളുമായി പോവുകയായിരുന്ന ഹിമാചൽ പ്രദേശ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സിന് മുകളിലേക്കാണ് പാറക്കെട്ടുകളും മണ്ണും അടർന്നു വീണത്. ട്രക്കുകൾ അടക്കമുള്ള നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടതായും സൂചനയുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഹിമാചൽ മുഖ്യമന്ത്രിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഫോണിൽ സംസാരിച്ചു. ഹരിയാനയിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ പീഡിപ്പിച്ച ശേഷം വിഷം കൊടുത്ത് കൊലപ്പെടുത്തി. അമ്മയെ കെട്ടിയിട്ട ശേഷമാണ് 16ഉം 14ഉം വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ 4 പേർ പിടിയിലായി. ഹരിയാനയിലെ സോനിപ്പത്തിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. അമ്മയെ കെട്ടിയിട്ട ശേഷം 4 അംഗ സംഘം വീടിനുള്ളിൽ കയറി പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ക്രൂരമായ പീഡനത്തിന് ശേഷം അക്രമികൾ പെൺകുട്ടികളെ വിഷം കഴിപ്പിച്ചു. പുറത്തിറങ്ങിയ അക്രമികൾ അമ്മയെ വീണ്ടും ഭീഷണിപ്പെടുത്തി. കുട്ടികൾക്ക് പാമ്പ് കടിയേറ്റതാണെന്ന് പറയണമെന്നും ഇല്ലെങ്കിൽ കൊലപ്പെടുത്തുമെന്നുമായിരുന്നു ഭീഷണി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് പെൺകുട്ടികളെ അയൽവാസികൾ ചേർന്ന് ആദ്യം തൊട്ടടുത്തുള്ള ആശുപത്രിയിലെത്തിച്ചു. ഇവിടെ നിന്നും ഡൽഹിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. ചികിത്സയിലിരിക്കെ മരിക്കുന്നതിന് മുൻപ് 2 പെൺകുട്ടികളും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് 4 പേരെ അറസ്റ്റ് ചെയ്തു. കുട്ടികളുടെ വീടിനടുത്ത് താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അറസ്റ്റിലായത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. രാജ്യസഭയിലെ പ്രതിപക്ഷ പ്രതിഷേധങ്ങളിൽ വികാരാധീനനായി ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു. സഭയിലെ ബഹളത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് അദ്ദേഹം വിതുമ്പിയത്. സഭയിൽ ഈ നിലയിലുള്ള പ്രതിഷേധത്തിന്റെയും പ്രകോപനത്തിന്റെയും കാരണം കണ്ടെത്താനാകുന്നില്ലെന്ന് വെങ്കയ്യ പറഞ്ഞു. As I spent a sleepless night, when some members sat on the table, some others climbed on the table of the House, perhaps to be more visible in such acts of sacrilege. I have no words to convey my anguish and to condemn such acts. As I spent a sleepless night, last night, I struggled to find out the provocation or reason for forcing this August House. പെഗസസ് ഫോൺ ചോർത്തൽ, കർഷക സമരം എന്നിവയിൽ പാർലമെന്റിൽ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. OBC പട്ടിക തയ്യാറാക്കുന്നതിന് സംസ്ഥാനങ്ങളുടെ അവകാശം പുനഃസ്ഥാപിക്കുന്ന ബിൽ രാജ്യസഭ പാസാക്കി. 187 അംഗങ്ങൾ പിന്തുണച്ചു. പ്രതിപക്ഷ സഹകരണത്തോടെ ബിൽ ഇന്നലെ ലോക്സഭയും പാസാക്കിയിരുന്നു. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ബിൽ നിയമമായി മാറും. മറാത്ത സംവരണത്തിലും കേരളത്തിൽ ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തിനെ OBC പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിലും നിർണായകമാണ് OBC റിസർവേഷൻ ഭേദഗതി ബിൽ. കോവിഡ് പ്രതിരോധ വാക്സിനുകളായ കോവാക്സിനും കോവിഷീൽഡും ഇടകലർത്തി ഉപയോഗിക്കുന്നത് പഠിക്കാൻ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അനുമതി. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലാകും ഇത് സംബന്ധിച്ച പഠനവും ക്ലിനിക്കൽ പരീക്ഷണവും നടത്തുക. കോവിഷീൽഡും കോവാക്സിനും ഇടകലർത്തി പഠനം നടത്തുന്നതിന് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ നേരത്തെ ശുപാർശ ചെയ്തിരുന്നു. കോവിഡിനെതിരായ വാക്സിൻ യജ്ഞത്തിൽ കേരളത്തിന് കൈത്താങ്ങായി റിലയൻസ് ഫൗണ്ടേഷൻ 2.5 ലക്ഷം ഡോസ് കോവിഷീൽഡ് വാക്സിൻ റിലയൻസ് ഫൗണ്ടേഷൻ സർക്കാരിന് കൈമാറി. ഇത് സംബന്ധിച്ചുള്ള കത്ത് റിലയൻസ് ഫൗണ്ടേഷനെ പ്രതിനിധീകരിച്ച് റിലയൻസ് ജിയോ കേരള മേധാവി KC നരേന്ദ്രനും റിലയൻസ് റീറ്റെയിൽ കേരള മേധാവി CS അനിൽകുമാറും ചേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. റിലയൻസ് ജിയോ പ്രിൻസിപ്പൽ കൺസൾട്ടന്റ് ജോൺ മത്തായി, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് കോർഡിനേറ്റിംഗ് ഓഫീസർ പ്രദീപ് കുമാർ, റിലയൻസ് റീറ്റെയിൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ KG ജ്യോതിർഘോഷ് എന്നിവരും പങ്കെടുത്തു. വാക്സിൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എറണാകുളം വെയർഹൌസിൽ നാളെ എത്തിക്കും. കോവിഡ് കാലത്ത് നാട്ടിൽ കുടുങ്ങിയ പ്രവാസികൾക്ക് ആശ്വാസം. താമസ വിസ കാലാവധി UAE നീട്ടി. നിലവിൽ ദുബായ് വിസക്കാർക്ക് മാത്രമാണ് കാലാവധി നീട്ടിയിരിക്കുന്നത്. അബുദാബി, ഷാർജ ഉൾപ്പെടെ മറ്റ് എമിറേറ്റുകളിലെ വിസകളുടെ കാലാവധിയും ഉടൻ നീട്ടിയേക്കും. മെയ് മാസത്തിന് ശേഷം കാലാവധി അവസാനിച്ച വിസകളുടെ എക്സ്പയറി ഡേറ്റാണ് നീട്ടിയിരിക്കുന്നത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com.
വാർത്തയിൽ നിന്ന് തുടരുന്നു. ലീഗ് ഹൌസിൽ മുയനലി തങ്ങളെ അധിക്ഷേപിച്ച റാഫി പുതിയകടവിന് പാർട്ടിയിലെ ഉന്നത നേതാക്കളുമായി ബന്ധമുണ്ടെന്ന് ലീഗ് പ്രാദേശിക നേതാക്കൾ. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് വർഷങ്ങൾക്ക് മുൻപ് പുറത്തായ ആൾക്ക് എങ്ങനെ ലീഗ് ഹൌസിൽ സ്വാധീനമുണ്ടായെന്നത് അന്വേഷിക്കണമെന്നും കോഴിക്കോട് വെള്ളയിലെ ലീഗ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. ലീഗിൽ വിഭാഗീയതയില്ലെന്ന് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി PMA സലാം ആവർത്തിച്ചു. അവിടെ നടന്ന സംഭവത്തിൽ പ്രതിയായ റാഫിയെ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങൾ അന്ന് യോഗത്തിൽ പറഞ്ഞതോടുകൂടി ആ പ്രശ്നം കഴിഞ്ഞു. ലീഗ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ ഈ നിലപാട് പുതിയ കടവ് ഉൾപ്പെടുന്ന കോഴിക്കോട് വെള്ളയിലെ പാർട്ടി നേതാക്കളും പ്രവർത്തകരും ചോദ്യം ചെയ്യുന്നു. റാഫിയെ 10 വർഷം മുമ്പ് പാർട്ടി പുറത്താക്കിയതാണ്. പുറത്താക്കിയ ആളെ എങ്ങനെ വീണ്ടും പുറത്താക്കുമെന്ന് നേതൃത്വം വ്യക്തമാക്കണം. മെമ്പർഷിപ്പ് ഉള്ളതായിട്ട് പറഞ്ഞിട്ട് മെമ്പർഷിപ്പ് ഉള്ള ആളാണ് എന്നിട്ട് പുറത്താക്കിയ, മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളാണ്. ലീഗോസിൽ ചുരുക്കം ചില നേതാക്കന്മാരായിട്ട് ബന്ധമുണ്ട്. പാർട്ടിയിലെ ഉന്നതരുമായി റാഫിക്ക് വഴിവിട്ട ബന്ധമുണ്ട്. ഈ ബന്ധം ഉപയോഗിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കുകയാണ്. തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് ആ നേതാക്കന്മാരിടയിൽ പാർട്ടിനെ കൊണ്ട് നേടാൻ പറ്റുന്ന കൂട്ടത്തിലുള്ള എല്ലാ കാര്യങ്ങളും നേടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ റാഫി പുതിയാട്. ലീഗ് ഹൌസ് തട്ടിപ്പുകാർ കേന്ദ്രമാക്കിയിരിക്കുകയാണെന്നും റാഫിക്ക് കുഞ്ഞാലിക്കുട്ടിയുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ലീഗ് ഹൌസ് എന്ന് പറയുന്നത് ഈ സംസ്ഥാന കമ്മിറ്റി ഇല്ലാത്ത സമയത്ത് ഇവരെ പോലുള്ള ഒരു കൂട്ടം ഫ്രോഡുകളുമായുള്ള ആളുകളെ ഒരു ആസ്ഥാനമാക്കി മാറ്റിക്കണം പതിവ്. ഇവനും ഈ കുഞ്ഞാലിക്കുട്ടിയെ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പുറത്തു കൊണ്ടുവരുവാൻ എന്തായാലും ശക്തിയായിട്ട് നമ്മൾ ഏത് സമയവും ഇതിനായിട്ട് ബന്ധപ്പെട്ടും കൊണ്ടുവരും. അതേസമയം പാർട്ടിയിൽ വിഭാഗീയതയില്ലെന്ന പ്രതികരണവുമായി PMA സലാം വീണ്ടും രംഗത്തെത്തി. പാണക്കാട് കുടുംബത്തെ അത് ഏൽപ്പിച്ചതോടുകൂടി പ്രശ്നങ്ങളൊക്കെ തീർന്നു. അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ പാണക്കാട് കുടുംബവും മുസ്ലിം ലീഗും ഹൈദരലി സിയാബ് തങ്ങളൊക്കെ ചർച്ച ചെയ്ത് പുറത്തു വരും. കുഞ്ഞാലിക്കുട്ടിയും റാഫി പുതിയകടവും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അടുത്ത ദിവസം ചേരാനിരിക്കുന്ന ലീഗ് പ്രവർത്തക സമിതി യോഗത്തിൽ വെള്ളയിലെ ലീഗ് പ്രവർത്തകർ ഉയർത്തിയ ആവശ്യവും ചർച്ചയാവും. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ 16 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി. സർക്കാർ ഉത്തരവിറക്കി. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, കൂടുതൽ നടപടി ഈ വിഷയത്തിലുണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് ഇപ്പോൾ ഈ ഉത്തരവിന്റെ വിശദാംശങ്ങളായി ലഭ്യമായിട്ടുള്ളത്? രഞ്ജിത്ത്, കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിൽ വളരെ പ്രധാനപ്പെട്ട നടപടിയിലേക്ക് സർക്കാർ പോവുകയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥല അന്വേഷണം തീരുമാനിച്ചിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി. 2014-15 വർഷത്തെ ഓഡിറ്റ് മുതലാണ് ക്രമക്കേടുകൾ നടന്നതായി സമിതി റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ 2014-15 കാലഘട്ടം മുതൽ ഓഡിറ്റ് ജനറൽ വിഭാഗങ്ങൾ ജോലി ചെയ്ത ഓഡിറ്റ് റിപ്പോർട്ടുകളിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിലും ബാങ്കിന്റെ ക്രമക്കേടുകൾ സംബന്ധിച്ച പരാതികൾ മൂടിവെക്കുന്നതിലും അല്ലെങ്കിൽ അതിൽ തുടർ നടപടി സ്വീകരിക്കാതെയും ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. 16 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് സഹകരണ വകുപ്പ് ഇപ്പോൾ നടപടി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. ഉദ്യോഗസ്ഥരുടെ പേര് വിവരം ഇപ്രകാരമാണ്. മോഹൻ P. ജോസഫ് ജോയിന്റ് രജിസ്ട്രാറാണ്. തൃശ്ശൂരിലെ ജോയിന്റ് രജിസ്ട്രാറായിരുന്നു. ക്രമക്കേട് നടക്കുന്ന കാലയളവിൽ അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ ജനറൽ വിഭാഗത്തിൽ ജോയിന്റ് രജിസ്ട്രാർ ജോലി ചെയ്യുന്നു. MD രഘു, ഗ്ലാഡി ജോൺ പുത്തൂർ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട 16 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ സഹകരണ മന്ത്രി സസ്പെൻഷന് ഉത്തരവിട്ടിരിക്കുന്നത്. വിവരങ്ങൾ പങ്കുവച്ചു. തൃശൂരിൽ PPE കിറ്റ് ധരിച്ചെത്തി സൂപ്പർ മാർക്കറ്റ്, മെഡിക്കൽ ഷോപ്പുകൾ എന്നിവിടങ്ങളിൽ കവർച്ച. വെള്ളറക്കാട്, പന്നിത്തടം പ്രദേശങ്ങളിലാണ് PPE കിറ്റ് ധരിച്ചെത്തി മോഷണം നടന്നത്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ മോഷ്ടാവിന്റെയും ഇയാളുടെ സഹായിയുടെയും ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. സ്ഥാപനങ്ങളിലെ ഷട്ടറുകളുടെ പൂട്ടുകൾ കുത്തിത്തുറന്ന് അകത്ത് കയറി മേശവലിപ്പുകൾ തകർത്താണ് മോഷണം. പുലർച്ചെ 1 മണിക്കും 4 മണിക്കും ഇടയിലാണ് മോഷണം. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. റിസോർട്ട് ഉടമകളുടെ പക്കൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്ന പരാതിയിൽ ആറ്റിങ്ങൽ മുൻ DYSP SY സുരേഷിന് സസ്പെൻഷൻ. ആറ്റിങ്ങൽ DYSP ആയിരിക്കെ റിസോർട്ടുകളിൽ റെയ്ഡ് നടത്തി കേസെടുത്ത ശേഷം കൈക്കൂലി ആവശ്യപ്പെട്ടെന്നാണ് പരാതി. വിജിലൻസ് അന്വേഷണത്തിൽ ആരോപണം ശരിയെന്ന് കണ്ടെത്തി. ഇടനിലക്കാർ മുഖേനയാണ് കൈക്കൂലി വാങ്ങിയതെന്നും കൈക്കൂലി ആവശ്യപ്പെട്ട് ഇടനിലക്കാരെ പലതവണ ഫോണിൽ വിളിച്ചതിന് തെളിവുണ്ടെന്നും വിജിലൻസ് അറിയിച്ചു. ഇയാൾക്കെതിരെ വകുപ്പ് തല തുടരന്വേഷണത്തിനും ഉത്തരവുണ്ട്. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. വയനാട്ടിൽ മുട്ടിൽ മരമുറി കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതികൾ അഗസ്റ്റിൻ സഹോദരന്മാരുടെയും ഡ്രൈവറുടെയും റിമാൻഡ് കാലാവധി നീട്ടി. ഓഗസ്റ്റ് 24 വരെയാണ് റിമാൻഡ് നീട്ടിയത്.
കേരളത്തിൽ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന പോലീസ് അതിക്രമം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കൊടിക്കുന്നിൽ സുരേഷ് MP നിവേദനം നൽകി. അട്ടപ്പാടിയിൽ ഒരു മൂപ്പനും മകനുമെതിരായ പോലീസ് നടപടി മനുഷ്യത്വരഹിതമായ ക്രൂരതയാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് അമിത്ഷായോട് പറഞ്ഞു. സംസ്ഥാന സർക്കാരിനോട് ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടണമെന്നും ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്തെ കേരളത്തിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹബ്ബാക്കുമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് കോവിഡ് ദുരന്ത നിവാരണ കമ്മീഷൻ രൂപീകരണം പരിഗണനയിലില്ല. കേരളയിൽ സമഗ്ര പരിസ്ഥിതി ആഘാത പഠനം നടത്താനുള്ള ടെൻഡർ നടപടികൾ അന്തിമഘട്ടത്തിലെന്നും മുഖ്യമന്ത്രി. കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ യുവാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. പാത്തിക്കര സ്വദേശി രവിയാണ് കൊല്ലപ്പെട്ടത്. രവിയുടെ അയൽവാസിയായ രാമകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പത്മ പുരസ്കാര മാതൃകയിൽ കേരളത്തിലും പുതിയ പുരസ്കാരം വരുന്നു. ചീഫ് സെക്രട്ടറി തലത്തിൽ പ്രാഥമിക ചർച്ച നടന്നു. വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുന്നുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് സ്പിരിറ്റ് വെട്ടിപ്പ് കേസിൽ പ്രതിപട്ടികയിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ജനറൽ മാനേജർ അലക്സ് P. എബ്രഹാം, മുൻ പേഴ്സണൽ മാനേജർ PU ഹാഷിം, പ്രൊഡക്ഷൻ മാനേജർ മേഘ മുരളി എന്നിവർക്കാണ് ജാമ്യം. ഹൃദയധമനികൾ പൊട്ടി രക്തസ്രാവമുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലുള്ള ന്യൂസിലൻഡ് മുൻ ക്രിക്കറ്റ് താരം ക്രിസ് കെയ്ൻസിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. കാൻബറയിൽ നിന്ന് കെയ്ൻസിനെ സിഡ്നിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് കെയ്ൻസ് ജീവൻ നിലനിർത്തുന്നത്. കെയ്ൻസിനായി പ്രാർത്ഥിക്കുന്നവരോട് നന്ദിയുണ്ടെന്നും താരത്തിന്റെയും കുടുംബത്തിന്റെയും സ്വകാര്യത മാനിക്കണമെന്നും ബന്ധുക്കൾ അഭ്യർത്ഥിച്ചു. ചികിത്സയ്ക്ക് ആവശ്യമായ സഹായം നൽകുമെന്ന് ന്യൂസിലൻഡ് ക്രിക്കറ്റ് ബോർഡും അറിയിച്ചു.